റിസസിറ്റേഷൻ എന്നുള്ളത് പെട്ടെന്ന് ഒരാളുടെ ഹാർട്ടും ശ്വാസകോശവും പെട്ടെന്ന് നിന്ന് പോയാൽ അതിനെ എങ്ങനെ നമുക്ക് കഴിയുന്ന രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് CPR എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം CPR എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു ബേസിക്കായിട്ട് നമുക്ക് ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ ഹൃദയം ഇടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്കെങ്കിലും അറിയോ? രക്തം പമ്പ്, ഡോക്ടർ പറഞ്ഞ പോലെ രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗങ്ങളിലും ഇൻക്ലൂഡിങ് ബ്രെയിൻ, നമ്മുടെ കിഡ്നി, ലിവർ എന്ന് വേണ്ട ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും ഓരോ കോശങ്ങളിൽ വരെ രക്തം എത്തുന്നത് ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ ഈ അവയവങ്ങളിൽ നിന്ന് തിരിച്ച് രക്തം ഹാർട്ടിലോട്ട് എത്തുന്നതും അതും പമ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള പമ്പാണ് ഹാർട്ട് ചെയ്യുന്നത്. ഒന്ന് നല്ല രക്തം, രണ്ടാമത് അശുദ്ധ രക്തം, രണ്ട് രക്തം. അപ്പം ഈ അശുദ്ധ രക്തം ആദ്യം ഹാർട്ട് പമ്പ് ചെയ്യും. എങ്ങോട്ട്? ശ്വാസകോശത്തിനകത്തേടാ പമ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് അത് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ശുദ്ധീകരിക്കപ്പെട്ടിട്ട് അത് വീണ്ടും തിരിച്ചങ്ങോട്ട് വരും, ഹാർട്ടിനകത്തോട്ട് വരും. അവിടെ നിന്ന് വീണ്ടും പമ്പ് ചെയ്യും. ഒറ്റ പമ്പ് തന്നെയാണ് സംഭവിക്കുന്നെങ്കിലും ആ പമ്പ് എങ്ങോട്ടാണ് പോകുന്നത്? അത് വീണ്ടും ശ്വാസകോശത്തിനകത്തോട്ടല്ല പോകുന്നത്, ബാക്കി ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, ആർക്ക് ബ്രെയിന്, കിഡ്നി ഇവന്ന് വേണ്ട ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലേക്കും എത്തുന്നുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ രക്തം പമ്പ് ചെയ്യുന്നത്? ഈ രക്തം എല്ലായിടത്തേക്കും എത്തണേണ്ട കാര്യം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് രക്തം എത്തേണ്ടത്? ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ എന്ത് പ്രവർത്തനത്തിനും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം വളരെ അത്യാവശ്യമാണ്. ഓക്സിജൻ ഇല്ലാണ്ട് പിന്നെ നമ്മുടെ ചില കോശങ്ങൾ വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നശിച്ചു പോവാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ. അപ്പം മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ഇടിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശരീരത്തേക്ക് ഓക്സിജൻ എത്തിക്കുക. ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലേക്കും, ഈവൻ ബ്രെയിൻ മുതൽ ഓരോ ചെറിയ കോശങ്ങളിൽ വരെ എന്തെത്തിക്കണം? ഓക്സിജൻ എത്തിക്കണം. മാത്രമല്ല വേറെന്താ ഒരു ഫംഗ്ഷൻ കൂടുണ്ട്. ഒരൊന്നല്ല, ഒരുപാട് ഫംഗ്ഷനുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യങ്ങളുണ്ട്. എന്താ? രക്തത്തിന്റെ കൂട്ടത്തിൽ, ഈ ഓക്സിജന്റെ കൂട്ടത്തിൽ വേറെന്ത് കാര്യം? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ വയറിനകത്ത് എത്തും. അവിടെ നിന്ന് എങ്ങോട്ടാണ് കയറുന്നത്? അവിടുന്ന് രക്തത്തിലോട്ടാണ് എത്തുന്നത്. ഈ നമ്മളെ ഊർജം, ഡോക്ടർ പറഞ്ഞ പോലെ ഊർജം, നമ്മൾ എന്തൊക്കെ കഴിക്കുന്നത്, എന്തൊക്കെ കുടിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വയറിനകത്ത് രക്തത്തിലോട്ടാണ് എടുക്കുന്നത്. ഈ രക്തത്തിലോട്ട് എടുത്ത് ഇതും നമ്മുടെ ശരീരത്തിലോട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും എല്ലായിടത്തും എത്തണമെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹാർട്ടിന്റെ ഒരു ഫംഗ്ഷൻ, മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏകദേശം മനസ്സിലായി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻ എന്താ? പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ്. എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? ശ്വാസകോശം എങ്ങനെയാണ് രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു ഹാർട്ട് നമ്മൾ ഓക്സിജൻ ക്യാരി ചെയ്യാന്ന് പറഞ്ഞു, ഓക്സിജൻ എല്ലായിടത്തേക്കും എത്തിക്കുകയാണെന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓക്സിജൻ ഈ രക്തത്തിലിട്ട് എങ്ങനെ കിട്ടുന്നത്? എവിടുന്നാ ഓക്സിജൻ കിട്ടുന്നത് രക്തത്തില്? നമ്മൾ ഈ ശ്വസിക്കുന്നത് എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിന്നാണ് ഈ രക്തത്തില് എന്ത് വരുന്നത്? ഓക്സിജൻ വരുന്നത്. അപ്പം നമ്മുടെ ശ്വാസകോശം ശരിക്കും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? രക്തത്തിൽ ഓക്സിജൻ ഉണ്ടാവില്ല. ഹാർട്ട് ശരിക്കും പമ്പ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സിജൻ എവിടെ എത്തൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് CPRലേക്ക് പോവാം എന്താന്നുള്ളത്. അപ്പം ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വേണമെങ്കിൽ അങ്ങ് വീണു. പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാൾ വീണ് ബോധം കെട്ട് വീണു, നമ്മളെന്താ ചെയ്യുക? നേരെ ചെന്നിട്ട് അയാൾ ബോധം കെട്ടി കിടക്കില്ല, പിന്നെ എങ്ങനെ വെള്ളം കൊടുക്കില്ലെങ്കിൽ? വെള്ളങ്ങൾ ആദ്യം ആളെ തട്ടി വിളിക്കൂലേ? മഹമ്മദേ അല്ലെങ്കിൽ പോക്കരേറിനെ വിളിക്കും അല്ലേ? നല്ല തട്ടി വിളിക്കും. വിളിച്ച് അതിനെ അപ്പൊ അതന്നെ ആദ്യം ചെയ്യേണ്ടത്. നല്ലോണം നല്ല അടി കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് തട്ടി വിളിക്കുക. നിങ്ങളെ പേരെന്താ? അല്ലെങ്കിൽ നല്ല തട്ടി വിളിക്കുക. അപ്പൊ മനസ്സിലാവും ഇയാൾക്ക് ബോധമില്ല എന്നുള്ളത്. അപ്പോഴേ മനസ്സിലാവുള്ളൂ.
അപ്പോൾ അയാൾക്ക് ബോധമില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയണം അയാൾക്ക് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയണം. ബോധമില്ല, അപ്പോൾ പിന്നെന്താ അറിയേണ്ടത്? ശ്വാസം ഉണ്ടോയെന്ന് അറിയണം. പിന്നെ മൂന്നാമതായിട്ട് അയാളെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് അറിയണം. ഇത് രണ്ടും അയാളെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല എന്നും ശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് CPR. അപ്പം അങ്ങനെയുള്ള പെട്ടെന്ന് വീണാൽ നമുക്ക് അയാളെ ജീവിതത്തിലോട്ട് തിരിച്ചു മീൻസ് അയാളുടെ ജീവൻ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെ നമ്മൾ അയാൾ വീണു നമുക്ക് എങ്ങനെ ശ്വാസം ഇല്ല എന്നങ്ങനെ മനസ്സിലാവും? അത് നമ്മൾ വിളിച്ചു, ബോധമില്ലാണ്ട് കിടക്കുക. അപ്പം നമ്മളെങ്ങനെ മനസ്സിലാക്കും ശ്വാസം ഇല്ലാന്ന്? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ വീണാൽ അയാളെ പിടിച്ചിട്ട് നേരെ നല്ല ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലത്ത് പിടിച്ച് കിടത്തണം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ശ്വാസത്തിൻ്റെ വഴിയുണ്ടല്ലോ, മൂക്ക് വായ ഇതുവഴി ലങ്സിനകത്തോട്ട് പോകുന്ന വഴി, അത് ക്ലിയർ ആക്കണം. എന്നാലും നമുക്ക് ശ്വാസം ശരിക്കും വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യണം? ആദ്യമായിട്ട് ഈ താടിയെല്ല് പൊക്കണം, തലഭാഗം ബാക്കിലോട്ടാക്കാം. അതിന് ചിൻ ലിഫ്റ്റ് ആൻഡ് ഹെഡ് ടിൽറ്റ് എന്ന് പറയും. ഈ ഭാഗം താടഭാഗം ഇങ്ങനെ പിടിക്കണം, പൊക്കണം. കൈ ഇവിടെ വെച്ചിട്ട് ഈ ഭാഗം ബാക്കിലോട്ട് ചിരിക്കുക. അപ്പം എന്ത് പറ്റും? ഇവിടെ ഈ ഏരിയ ഏത് നമ്മൾ തല എങ്ങനെ പിടിച്ചാൽ തല എങ്ങനെ പിടിച്ചാൽ അങ്ങനെ കിട്ടും? ഇവിടെ സ്ട്രൈറ്റ് ആവും ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശ്വാസം വിടുന്നുണ്ടോ ശരിക്കറിയാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിലോ നിർത്തിയിട്ടാണെങ്കിൽ കുറച്ചറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 3 കാര്യങ്ങൾ ഒരേ സമയത്ത് അറിയാൻ പറ്റും. നമുക്ക് ശ്വാസം വരുന്നുണ്ടോയെന്ന് അറിയണം. ഒന്ന്, ശ്വാസം വരുന്നുണ്ടോയെന്നറിയാം. ശരിക്ക് അതെങ്ങനെ അറിയണം വെച്ചാൽ 3 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ചെവി നേരെ കിടക്കുന്ന ആളുടെ മൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. ഇപ്പം എന്ത് പറ്റും? നമുക്ക് ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒച്ച കേൾക്കാം പറ്റൂലേ? ആ ശ്വാസത്തിൻ്റെ കാറ്റ് ഇവിടെ തട്ടും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ചെരിഞ്ഞിങ്ങനെ നോക്കുന്ന എന്തിനാണ്? അപ്പം ശ്വാസിക്കുന്നുണ്ടെങ്കിൽ അയാളെ നെഞ്ച് ഉയരും താഴും ചെയ്യും. ഇത് 3 കൂടെ ഒറ്റ സെക്കൻഡിൽ ചെയ്യാൻ പറ്റൂലേ? പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ അതാ. അപ്പം പെട്ടെന്ന് ഒരാൾ വീണു, നമ്മൾ കടന്നു തട്ടി വിളിച്ചു, അയാൾക്ക് ബോധമില്ല. പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ ആ പറഞ്ഞ രീതി ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് മനസ്സിലാവും അയാൾക്ക് ശ്വാസമില്ല എന്നുള്ളത്. അടുത്തെന്താ മനസ്സിലാക്കണ്ടേ? അയാൾക്ക് ഹൃദയം ഇടിക്കുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ പൾസ് നോക്കുക. പൾസ് പലരോടും കണ്ടിട്ടുണ്ടാവും. പൾസ് നോക്കുന്നത് ഡോക്ടർമാരെ കൈ പിടിച്ചു നോക്കുന്നത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ പൾസ് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം എല്ലാവർക്കും കറക്റ്റ് അറിയില്ല എവിടെ തൊട്ടാല പൾസ് കിട്ടുക എന്നുള്ളത്. എല്ലാവർക്കും അറിയോ? ആരും പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അത് പറഞ്ഞുതരാം, അവിടെ നോക്കാം. ഇതറിയല്ലോ, ഇവിടെ എല്ലാവർക്കും ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ തൈറോയിഡ് കാർട്ടിലേജ് എന്ന് പറയും, ചിലർ ആഡംസ് ആപ്പിൾ എന്ന് പറയും. ഇവിടെ ഇതിന്റെ തൊട്ട് സൈഡിലേക്ക് എല്ലാവരും കൈ പിടിച്ച് ഇവിടെ അങ്ങനെ കൈ വെച്ച് ഒന്നിങ്ങനെ അമർത്തി നോക്കിയേ. അല്ലല്ല, ഇവിടാണ് ഇതിന്റെ സൈഡിൽ വെച്ചിട്ട് ഒന്നുണ്ട് അമർത്തി നോക്ക്. വലത്തേക്ക് അടുത്തേക്ക് 2 ഭാഗത്തുണ്ട്. ഇല്ലല്ല, ഇവിടെ ഈ സെന്ററിലുള്ള ഈ പ്രൊജക്ഷൻ ഇതിന്റെ തൊട്ട് എന്റെ കൈ നോക്കാം. അത് തൊട്ടുപുറത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കുന്ന നിലത്ത് കിട്ടുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുക. ഇതില് അങ്ങനെയാണ് നോക്കുക. അപ്പൊ അത് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും? അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല, ഹാർട്ടിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, ഹാർട്ട് അടിക്കുന്നില്ല എന്ന് മനസ്സിലായോ? അപ്പോൾ ശ്വാസവും ഇല്ല ആൾക്ക്, ഹൃദയം ബന്ധാണ്. അപ്പോൾ നമ്മൾ CPR തുടങ്ങണം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പോൾ ആദ്യം തന്നെ ഇയാളെ കിടത്തി ഇയാൾക്ക് ശ്വാസമില്ല ഇത് മനസ്സിലായാൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? ഇതിപ്പോൾ നിങ്ങൾ CPR തുടങ്ങി ഈ പേഷ്യൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമല്ലോ എന്നറിയില്ല. അപ്പം തന്നെ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കണം. എങ്ങനെ പെട്ടെന്ന് ആർക്കെങ്കിലും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുമോ എന്നില്ലെന്ന് അറിയിക്കണം. അതിനുള്ള സൗദി അറേബ്യയിൽ നമ്പർ എത്രയെന്നറിയോ? 997 997. അത് എമർജൻസി നമ്പറാണ്. അപ്പോൾ അതിൽ വിളിച്ചാൽ അതിനുള്ള ആൾക്കാർ വരും. ആ വരുന്ന സമയം വരെ നിങ്ങൾക്ക് ഇയാളെ CPR ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കിടത്തി ഇയാൾക്ക് ശ്വാസമില്ലാന്ന് മനസ്സിലായി.
ശ്വാസം ഇല്ലാന്ന് മനസ്സിലായ അതേ സമയത്ത് 2 പ്രാവശ്യം ഇയാൾക്ക് വായക്കൂടെ ശ്വാസം കൊടുക്കണം. നേരത്തെ കാണിച്ച പോലെ ഇത് താടയിൽ പൊക്കുക, പിന്നെ ഹെഡൊന്ന് ജസ്റ്റ് ബാക്കിലോട്ടാക്കുക, എന്നിട്ട് 2 ശ്വാസം ആ സമയത്ത് കൊടുക്കുക. ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ആകട്ടെ. ഇതുപോലെ 2 എണ്ണം കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ അടുത്ത് പൾസ് നോക്കുന്നത്. പൾസ് നോക്കി വായക്കൂടെ ഊതണം. ആ ഊതുമ്പോൾ ചെസ്റ്റിനകത്ത് ഊതി കഴിഞ്ഞപ്പോൾ നമുക്ക് ചെസ്റ്റിനകത്ത് നോക്കണം, ചെസ്റ്റ് പൊങ്ങുണ്ടോ. നെഞ്ച് പൊങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഊതുന്ന ഉള്ളിൽ പോകുന്നുണ്ട്. മനസ്സിലായോ? ഉള്ളിൽ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിയാക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ശരിയാക്കണം ആദ്യം. അതിനാണ് ആദ്യം പറഞ്ഞത് താടയിൽ പൊക്കുക, തല ബാക്കിലോട്ടാക്കുക, എന്നിട്ട് അപ്പം തന്നെ 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. അപ്പോൾ നെഞ്ഞ് പൊന്തും താഴ്ന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക ശ്വാസാകത്ത് പോകുന്നുണ്ടെന്നുള്ളത്. എന്നതിന് ശേഷം നമ്മൾ CPR തുടങ്ങുക. CPR മീൻസ് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയും. ഹാർട്ട് നമ്മൾ കൃത്രിമമായിട്ട് പ്രവർത്തിപ്പിക്കുക. എങ്ങനെ പ്രവർത്തിപ്പിക്കുക അതേ പറഞ്ഞുതരാം. നമ്മുടെ ഇത് ഇവിടെ വെച്ച് കണ്ടില്ലേ, ഇവിടെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ട്. ഇതേപോലെ അങ്ങനെ താഴെ പോയാൽ താഴെ ഉണ്ടോന്ന് ഒരു ചെറിയ ബോണി പ്രൊജക്ഷൻ ഉണ്ടല്ലോ. ശരി, അതിൻ്റെ അവിടെ 2 വിരലിങ്ങനെ വെക്കുക. ഇതാ ഇവിടെ ഇതിന്റെ മേലെ 2 വിരൽ വെക്കുക. ഇതാ ഇങ്ങനെ കണ്ടോ? ഈ വിരലിന്റെ മുകളിൽ ഇതാ ഇവിടെ, ഇപ്പൊ ഇവിടെ ഞാൻ 2 വിരൽ വെച്ചത്, അതിന്റെ മേലെ ഇവിടെ ആയിട്ട് കൈ വെക്കണം. കൈ എന്ന് പറഞ്ഞാല് ഇതാ ഈ ഭാഗം ഹീൽ ഓഫ് റിസ്റ്റ് എന്ന് പറയും. ഈ ഭാഗം ഇവിടെ കറക്റ്റ് നന്നായിട്ട് അമർത്തി വെക്കുക ചെസ്റ്റിനകത്ത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കൈ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. മനസ്സിലായോ? നമ്മുടെ ഷോൾഡർ ഇവിടെ ആയിരിക്കണം, ഇത് നേരെ മുകളിലായിരിക്കണം. ഈ കൈ അടുത്ത കൈ ഇതിനെ മേലെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ അങ്ങനെ ഫാസ്റ്റായിട്ട് പ്രസ് ചെയ്യണം. എങ്ങനെ അങ്ങനെ പ്രസ് ചെയ്യണം. അത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അതിൽ 1.5 ഇഞ്ചെങ്കിലും താഴെ പോകണം. 1.5 ഇഞ്ചെങ്കിലും താഴെ പോകണം. അത്ര ഹാർഡായിട്ട് പുഷ് ചെയ്യണം താഴേക്ക്. അതും തന്നെ ഒരു മിനിറ്റിൽ 100 എന്ന കണക്കിൽ ചെയ്യണം. മനസ്സിലാവുണ്ടോ? 1 മിനിറ്റിൽ 100. അത് പറഞ്ഞു വെച്ചാൽ 1 മിനിറ്റ് വരെ ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല, എൻ്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞത്. 1 മിനിറ്റിൽ 100 പ്രാവശ്യം ചെയ്യുമ്പോൾ എത്ര സ്പീഡ് പോകും? 1, 2, 3. അതിൻ്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞത്. 1 മിനിറ്റിൽ 100 എന്നുള്ള കണക്കിൽ പോകണം. എന്നിട്ട് അതേ സ്പീഡിൽ അങ്ങനെ പോവുകയാണെങ്കിൽ 30 വരെ ചെയ്യാം. 1, 2, 3, 4 ചെയ്യുമ്പോൾ ഇത് എണ്ണിക്കൊണ്ട് ചെയ്യാം. 30 ആകുമ്പോൾ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? തിരിച്ച് 2 പ്രാവശ്യം ശ്വാസം കൊടുക്കണം. വീണ്ടും കംപ്രസ് ചെയ്യണം. എന്തിനാ 2 മാറി മാറി ചെയ്യുന്നത്? നമ്മൾ ശ്വാസം കൊടുക്കുന്നത് എന്തിനാ? ഓക്സിജൻ സ്വന്തമായിട്ട് ശ്വസിക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ശ്വസിക്കുന്ന പുറത്തേക്ക് വിടുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡേ ഉള്ളൂ, പിന്നെ എങ്ങനെ കൈ കിട്ടാം. അല്ല, നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനിൽ മൊത്തം 21% ഓക്സിജൻ ഉള്ളത്. അതിനകത്തുനിന്ന് നമ്മളെ യൂസ് കഴിഞ്ഞ് ബാക്കി പുറത്തേക്ക് വിടുന്നതിൽ 16% പിന്നെയുണ്ട് ഓക്സിജൻ. മനസ്സിലായില്ലേ? ഫുള്ള് ഈ 21% ഫുൾ ഓക്സിജൻ നമ്മൾ എടുക്കുന്നില്ല. പുറത്തേക്ക് വിടുന്നതിൽ 16% പിന്നെയുണ്ട്, അതാണ് കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഓക്സിജൻ അത് തിരിച്ച് ബാക്കിയുള്ളടത്തേക്ക് ശരീരത്തേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്യുന്നത്. അതെച്ചാൽ ആ ഹാർട്ടിനെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുക. മനസ്സിലായി? അപ്പോൾ ഇതങ്ങനെ മാറി മാറി ചെയ്യാം. 5 പ്രാവശ്യം ചെയ്യണം. അതെച്ചാൽ 5 പ്രാവശ്യം കംപ്രസ് ചെയ്യുക, 2 ശ്വാസം കൊടുക്കുക, വീണ്ടും 30 എണ്ണം കംപ്രസ് ചെയ്യുക, വീണ്ടും ശ്വാസം കൊടുക്കുക, 30. അങ്ങനെ 5 സൈക്കിൾ ചെയ്യാം. എന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം? ശ്വാസം ഉണ്ടോ നോക്കണം, വീണ്ടും പൾസ് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, ആരെ 997 വിളിച്ചിട്ടുള്ള ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ വരുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻ കേസ് നിങ്ങൾ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ശ്വാസം ഉണ്ട്, ഹാർട്ടില്ല, ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല, പൾസില്ല, ശ്വാസം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ശ്വാസം കൊടുക്കണമെന്നില്ല, ഇത് കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം നോക്കിയാൽ മതി ഉണ്ടോയെന്നുള്ളത്. ഓക്കെ. അതല്ല തിരിച്ചാണെങ്കിലോ
ശ്വാസം കൊടുക്കണം. ഹാർട്ട് വന്നിട്ടുണ്ട്, ശ്വാസമല്ല. വേണമെങ്കിൽ ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് നോക്കി രണ്ടും വന്നു, തിരിച്ചു വന്നിട്ടുണ്ട്. ആൾക്ക് ശ്വാസമുണ്ട്, ഇതുണ്ട്, പക്ഷെ ചെറിയൊരു മയക്കത്തിലാണ്. രണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം? അയാളെ ചെരിച്ച് കിടത്തണം. ഒരു സൈഡിക്ക് ചെരിച്ച് കിടത്തുക. അത് കാണിച്ചു തരും എങ്ങനെയാണ് കിടത്തേണ്ടതെന്നുള്ളത്. ഇവിടെ കിടത്തി, ഇവിടെ കിടത്തി. No problem. Okay. Show how the recovery position is. ഈ കൈ നേരെ മേലേക്കാക്കുക. ഇതിങ്ങനെ ഈ കൈ ഇങ്ങനെ വെക്കുക. ഈ കൈയിന് മുട്ട് പിടിച്ചിട്ട് മടക്കുക. ജസ്റ്റ് ഇങ്ങോട്ട് വലിക്കുക. എന്താ ഇങ്ങനെ കടത്തി വെക്കുക. മനസ്സിലായോ? ഒന്നുകൂടെ കാണിക്കാം. തിരിച്ച് കൈ ഇത് എങ്ങനെ വെക്കുക? ഈ കൈ, രണ്ടാമത്തെ കൈ ഇത് ഇവിടെ വെക്കുക. ഈ മുട്ടങ്ങ് പിടിച്ച് വലിച്ചാൽ മതി. പേഷ്യൻ്റ് ആളങ്ങ് പോയിന്നോളൂ. ഇങ്ങനെ കിടത്തുക. ഇതെപ്പോഴാണ് കിടത്തേണ്ടത്? ആൾക്ക് ശ്വാസവും ഹൃദയം തിരിച്ചു വന്നതിന് ശേഷം. ഓക്കെ. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വരുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയാണ് CPR ഉള്ളത്. ഇനി വേറൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് സാറ് പറഞ്ഞ പോലെ മെജോറിറ്റി കോസ് അറ്റാക്ക് കൊണ്ടാണ് വരുന്നത്. അല്ലാതെയും പല 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 കാരണങ്ങളുണ്ട് ഇതുപോലെ കാർഡിയോപൾമണറി അറസ്റ്റ് വരാം. ഇപ്പൊ ചില ചെറിയ കുട്ടികൾക്ക്, ഒറ്റ ചെറിയ ഇൻഫന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പം ഒരു വയസ്സിന് താഴെയുള്ള ഒരാളാണ്, ഒരു കുട്ടിയാണ്, അവർക്ക് സംഭവിച്ചാൽ എങ്ങനെ ചെയ്യും? പെട്ടെന്ന് ശ്വാസം വിട്ടു, പെട്ടെന്ന് ബോധം പോയി, ഹൃദയമിടിപ്പില്ല, ശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഇത്ര വലിയ കൈ കൊണ്ട് അവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് 2 വിരൽ മാത്രം മതി. 2 വിരൽ മാത്രം. അപ്പം വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്ത് വേണ്ട, അത് കുറച്ച് താഴെ പോകും. 2 നിപ്പിളുണ്ട്. ഈ 2 നിപ്പിളുടെയും ഇടയിൽ വര വരച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ എവിടെ വരും? ആ സെൻറ്ററിൽ ഈ 2 വിരൽ മാത്രം മതി. അതുകൊണ്ട് ജസ്റ്റ് നേരത്തെ പറഞ്ഞ അതേ റേറ്റിൽ 1 മിനിറ്റിൽ 100 പ്രാവശ്യം പോകുന്ന രീതിയിൽ ചെയ്യണം. അത് പക്ഷേ ഒരു 1/2 ഇഞ്ച് താഴെ പോയാൽ മതി. 1 വയസ്സുള്ള കുട്ടിക്ക്, 1 വയസ്സിൻ്റെ താഴേക്കുള്ള കുട്ടി 1/2 ഇഞ്ച് താഴെ പോയാൽ മതി. മറ്റേതാകുമ്പോൾ അഡൽട്ട് ആണെങ്കിൽ 1.5 ഇഞ്ച് പോകണം. ഇതാകുമ്പോൾ 1/2 ഇഞ്ച് പോയാൽ മതി. നേരത്തെ പോലെ തന്നെ 30 പ്രാവശ്യം ചെയ്യുക, 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക, 30 പ്രാവശ്യം ചെയ്യുക, 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. അങ്ങനെ ഇല്ല, വേണ്ട, ഊതിയ മാത്രം മതി. എന്താ? മൂക്ക് പൊത്തി പിടിച്ച ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അത് വെച്ചാൽ 2 തരത്തിൽ ചെയ്യാം. നമ്മൾ വായ വഴി കൊടുക്കുകയാണെങ്കിൽ മൂക്ക് പൊത്തി പിടിച്ച് ചെയ്യാം. അതല്ലാതെ വേറൊരു ബാരിയർ ഒരു സാധനമുണ്ട്. ഇപ്പോൾ സാധാരണ CPR പഠിച്ച ആളുകൾ, CPR ട്രെയിൻ ചെയ്ത ആളുകളുടെയൊക്കെ കയ്യിലുണ്ടാവും ഒരു ബാരിയർ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂക്കും വായും കൂടെ കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതങ്ങ് വെച്ചിട്ട് അതിൽ കൊടുത്താൽ മതി. അതല്ല വായ കൂടെ മാത്രം കൊടുക്കുകയാണെങ്കിൽ മൂക്ക് പൊത്തി പിടിച്ച് കൊടുക്കും. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എങ്ങനെയാണെങ്കിലും കൊടുക്കാം, ചെയ്യാം. പെട്ടെന്ന് സംഭവിച്ചത് എന്തായാലും ഒന്ന് നോക്കുക. ശ്വാസമില്ല, ഹൃദയമിടിപ്പില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. മറ്റ് കേടുകൾ എന്ന് പറഞ്ഞാൽ ചില സംശയം ഉണ്ടാവും. ചിലപ്പം വാരിയല് പൊട്ടിപ്പോവാൻ സംശയം ഉണ്ടാവും. പക്ഷേ അപ്പത്തെ കണ്ടീഷനിൽ വാരിയല് പൊട്ടുന്നതിനെക്കാട്ടിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. വാരിയല് പൊട്ടിയാൽ നമുക്ക് മാർഗമുണ്ട് വേറെ. പക്ഷെ അയാളെ ജീവൻ ഇല്ലാതെ പിന്നെ വാരിയല് പൊട്ടിയിട്ട് കാര്യമില്ല. അപ്പം ജീവൻ ആദ്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കും. വാരിയല് പൊട്ടുന്ന സംഭവങ്ങളുണ്ട്. അത്രയും ഹാർഡായിട്ട് തന്നെ പുഷ് ചെയ്യണം. ചിലപ്പോൾ വാരിയൽ വരെ പൊട്ടാം. വേറെ സംശയങ്ങൾ എന്തെങ്കിലും? എങ്ങനെ? ഇല്ല, സെൻട്രലാണ്. നേരത്തെ കാണിച്ചു തന്നത് ഇതാണ്. ഈ താഴെ ഉള്ള ഈ ബോണി പ്രൊജക്ഷൻ എന്ന് ഒരു 2 വിരൽ ഇങ്ങനെ വെക്കുക. ആ 2 വിരലിന്റെ മുകളിൽ വേണം കൈവെക്കാൻ.
ഇങ്ങനെ വരണം. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? ഇല്ലല്ല, കുട്ടികൾക്കാണ് പറഞ്ഞത്. അല്ല, നിപ്പിൾ ലൈനിന്റെ താഴെയാണ് കൈ വരിക. വലിയവർക്കാവുമ്പോൾ. കുട്ടികൾക്കാവുമ്പോൾ നിപ്പിൾ ലൈനിന്റെ സെൻട്രൽ വരും.